അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ കൃഷിയെ സ്നേഹിച്ചു. അപ്പൊ മമ്മൂട്ടിയായിട്ട് പുള്ളി തെറ്റലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷം കൊണ്ട് എക്സൈറ്റ്മെന്റ് കൊണ്ട് ചോദിക്കും, ഞങ്ങളുടെ ഗണേശേട്ടനെ കണ്ടോ, ഈ വിസയ്ക്ക് 5 ലക്ഷം രൂപ കൊടുത്ത മലയാളി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞ ഇങ്ങനെ മണ്ടത്തരം പറ്റിയടാ. അദ്ദേഹത്തിന്റെ എനിക്ക് അദ്ദേഹത്തിന് ടച്ചിങ് ആയിട്ട് തോന്നിയത് ഈ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും രസകരമായ മമ്മൂട്ടി അവസാനം ശ്രീനിവാസന്റെ വീട്ടിൽ വരും, ബാലന്റെ വീട്ടിൽ വരും. ഇത് ഞാനൊരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, എന്നാലും ഈ മന്ത്രി കൂടി MLA മന്ത്രിയും കൂടി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഇതിൽ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കൂടെ പഠിച്ച ആളുകൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവര് എല്ലാവരും അപ്പൊ അടുത്ത വീട്ടുകാരൊക്കെ കൂടുമ്പോ അവിടെ ഒരു നമ്മളെ ഹൃദയസ്പർശികരമാണ് ഈ ബാലന്റെ ഭാര്യ അടുത്ത വീട്ടിലെ അതാ ഞങ്ങളുടെ അശോകേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് പലപ്പോഴും എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്, കാരണം നമ്മൾ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരുടെയും നമ്മുടെ പഴയ സുഹൃത്തുക്കളുടെയൊക്കെ ഭാര്യമാർ അവരൊക്കെ നമ്മളെ ആദ്യമായിട്ടായും കാണുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷം കൊണ്ട് എക്സൈറ്റ്മെന്റ് കൊണ്ട് ചോദിക്കും, ഞങ്ങളുടെ ഗണേശേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇതൊക്കെ ശ്രീനിവാസന് മാത്രമേ മനസ്സിലാക്കൂ. പക്ഷെ ഒരു രസം കൂടി പറയാം, നമ്മൾ ഇത്രയും പറഞ്ഞു വന്നപ്പോ എന്ത് മനസ്സിലായി? ശ്രീനിവാസൻ ഒരു ജീനിയസ് ആണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ബുദ്ധി രാക്ഷസനാണ്. പക്ഷേ അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ കൃഷിയെ സ്നേഹിച്ചു. അപ്പൊ മമ്മൂട്ടിയായിട്ട് പുള്ളി തെറ്റലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. മമ്മൂട്ടിയുടെ വയലിൽ ഉത്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ജൈവ നെല്ല് എന്ന് മമ്മൂട്ടി. അതല്ല, അതിനേക്കാൾ മികച്ച നെല്ലാണ് എന്റെ വയലിൽ ഉണ്ടാകുന്നത് എന്ന ആ അരിയാണ് ഏറ്റവും നല്ലത് എന്ന് ഇവര് തമ്മിൽ ഒരു ചെറിയ വർഷത്തിന് ഓർത്ത് അവസാനം അത്ര സുഖത്തിലായിരുന്നില്ല. കാരണം ഈ അരിയാണ് കുഴപ്പമുണ്ടാക്കിയത്. ജൈവ കൃഷിയിൽ ഇവർ തമ്മിൽ മത്സരിച്ചു. മമ്മൂട്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ വയലിലാണ് ഏറ്റവും മികച്ച ജൈവ നെല്ല് വിളഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതല്ല എന്റേതാണെന്ന് സീനിയേട്ടൻ. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റി. അപ്പൊ ഈ സീനിയേട്ടൻ നമ്മൾ വിചാരിക്കും ഭയങ്കര ജീനിയസ് എന്നൊക്കെ നിങ്ങൾ ഇത്രയും കേട്ടല്ലോ. വളരെ സാധാരണക്കാരനായ ഒരു മലയാളിയാണ് ഒരു വശത്ത്. അങ്ങനെ മോഹൻ ഡയറക്ടറൊക്കെ ആവുന്നതിന് മുമ്പ് മോഹനെ എങ്ങനെയെങ്കിലും ഒന്ന്, അളിയൻ കൂടിയാണല്ലോ, ഒന്ന് രക്ഷിച്ചു വിടണം എന്ന് പറഞ്ഞിരിക്കണം. മദ്രാസിൽ വെച്ച് അടൂർ പങ്കജൻ ചേച്ചിയുടെ മകൻ അജയൻ ഒരു കണ്ടുപിടുത്തമായിട്ട് വരുന്നു. ബ്രൂണൈ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മാവേലിക്കരക്കാരൻ ഒരു നായരാണ് എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ബ്രൂണൈ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിചാരിച്ചാൽ മോഹനെ അങ്ങ് ബ്രൂണയിൽ കൊണ്ടുപോയി അവിടുത്തെ പ്രധാനമന്ത്രിയുടെ സ്റ്റാഫിൽ, പ്രസിഡന്റിന്റെ സ്റ്റാഫിൽ, രാജാവിന്റെ സ്റ്റാഫിൽ കയറ്റാം. അപ്പൊ സീട്ട നോക്കിയോ മോഹന്റെ ജീവിതം അങ്ങ് രക്ഷപ്പെടും, മോഹന്റെ പതുക്കെ കയറ്റി വിടാം. അങ്ങനെ 5 ലക്ഷം രൂപ ബ്രൂണൈ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ നായർക്ക് കൊടുക്കാൻ വേണ്ടി ഈ അജയനെ ഏൽപ്പിച്ചു. അങ്ങനെ പൈസ കളഞ്ഞ ഒരു ഇതെല്ലാം വരവേൽപ്പ് എഴുതിയ, സന്ദേശം എഴുതിയ, ഇതെല്ലാം എഴുതിയ ശ്രീനിവാസന്റെ നാൾ വളരെ വലിയ ജീനിയസ് ആണ്. നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഉള്ളിൽ, ഈ വിസയ്ക്ക് 5 ലക്ഷം രൂപ കൊടുത്ത മലയാളി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞ ഇങ്ങനെ മണ്ടത്തരം പറ്റിയടാ എന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ശ്രീനിവാസൻ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് രസത്തിന് പറഞ്ഞതാണ്. കാരണം ഇതൊക്കെ എത്ര വലിയ ബുദ്ധിമാനാണ് ജീനിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിൽ നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിന്